നവകേരള സദസ്സ് തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. സദസ്സ് അവസാനിക്കാൻ 2 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വലിയ ആവേശമായ ജനങ്ങളിൽ നവകേരള സദസ്സ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാസർഗോഡ് നിന്ന് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് ഏറ്റവും അവസാന മണ്ഡലം വരെ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിൽ വലിയ ജനപങ്കാളിത്തത്തോടെ നവകേരള സദസ്സുകൾ മുന്നേറുന്നതും സസൂക്ഷ്മം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വാക്കുകൾ ജനങ്ങൾ കേൾക്കുന്നതും ഇടപെടുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരു വലിയ വിജയമായി ചരിത്രമായി നവകേരള സദസ്സുകൾ മാറുമ്പോൾ നവകേരള സദസ്സിന്റെ വേദിയിൽ നിന്ന് തന്നെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ എക്സിക്യൂട്ടീവ് എഡിറ്റർ ശരത്ചന്ദ്രൻ, ഒപ്പം തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർ നൃപൻ ചക്രവർത്തി, മനു മാടപ്പാട് എന്നിവർ ചേരുകയാണ്. ശരത്ത്, ഏത് നിലയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? 2 ദിവസം മാത്രം അവസാനിക്കാൻ ഇനി ശേഷിക്കുന്നു. ഇന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിലായിരുന്നു? ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെ? സമഗ്ര വിവരങ്ങൾ പ്രേക്ഷകരുമായി. ശരി അസിത ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കൊപ്പം ഷീജ കൂടിയുണ്ട്. ഇന്നത്തെ നവകേരള സദസ്സ് നെടുമങ്ങാടാണ് അവസാനിച്ചത്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലാണ് സമാപിച്ചത്. മുഖ്യമന്ത്രി ആ പ്രസംഗത്തിൻ്റെ അവസാനം സൂചിപ്പിച്ചതുപോലെ ഒറ്റ ദൃശ്യമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. 10,000-കണക്കായ മനുഷ്യർ ഓരോ നിയോജക മണ്ഡലത്തിലും. ഏത് നിയോജക മണ്ഡലത്തിലായിരുന്നു ഏറ്റവും മികച്ച സദസ്സ് എന്ന് പറയാനാകാത്ത വിധം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇന്ന് അവസാനിച്ച നെടുമങ്ങാട് വരെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തത്തോടെ എന്താണോ ആ സദസ്സിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്, ജനങ്ങളോട് വിശദീകരിക്കാൻ ശ്രമിച്ചത്, അത് കേൾക്കാൻ അവിടേക്ക് വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ഉറപ്പാക്കി ആ നിലയിലുള്ളൊരു വൻ വിജയത്തിലേക്ക് ഈ സദസ്സ്, നവകേരള സദസ്സിൻ്റെ യാത്ര പൂർത്തിയാകുന്നു എന്ന വിലയിരുത്തലാണ് സർക്കാരിനാകെയുള്ളത്. അതാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടത്. ഇതാണ് വളരെ പ്രാധാന്യത്തോടെ ഇന്ന് പറയാവുന്ന കാര്യം. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇന്നലെ രാത്രിയാണ് കടന്നത്. വർക്കല ആയിരുന്നു ആദ്യത്തെ പരിപാടി. ഇന്ന് അതിനുശേഷം മറ്റു മണ്ഡലങ്ങളിലേക്ക് കടന്നു. പതിവ് പോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ ആകെ വളരെ ചുരുക്കത്തിലൊന്ന് മനസ്സിലാക്കി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെക്കാം. ഇന്ന് പ്രഭാത യോഗം രാവിലെ നടന്നു. പ്രഭാത യോഗത്തിന് മുമ്പ് പ്രഭാത നടത്തം എന്നുള്ള ഒന്നുകൂടിയുണ്ട്. മന്ത്രിമാരൊക്കെ പ്രഭാത നടത്തത്തിൽ അതാത് നിയോജക മണ്ഡലങ്ങളിലെ ആളുകളുമായി സംസാരിക്കും, മാധ്യമങ്ങളോട് സംസാരിക്കും. നമ്മളോട് തന്നെ രാവിലെ മന്ത്രി കെ രാജൻ, റവന്യൂ മിനിസ്റ്റർ സംസാരിച്ചു, കായിക മന്ത്രി അബ്ദുറഹ്മാൻ സംസാരിച്ചു, അതുപോലെ തന്നെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് സംസാരിച്ചു. അതിൽ മുഹമ്മദ് റിയാസിൻ്റെ ഒരു വാചകമാണ് ഇന്നത്തെ ഏറ്റവും വലിയ വാചകമായി മാറിയത്. വെറും ഡയലോഗ് സതീശൻ. രാവിലെ കൈരളി ന്യൂസിനോട് സംസാരിച്ചപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്, PD സതീശൻ എന്നാൽ വെറും ഡയലോഗ് സതീശനാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും പ്രതിപക്ഷത്തിൻ്റെ ഒരു സാന്നിധ്യം പോലും ഇല്ലാത്ത വിധം ഇത് നിരന്തരം താഴെ പോകുന്നു. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരുമ്പോൾ പക്ഷേ ആ പദവിയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് സതീശൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുറപ്പിക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നോക്കൂ എന്ന നിലയിലേക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ആരംഭിച്ചത്. അവിടെ നിന്ന് പ്രഭാത യോഗത്തിലേക്ക് പോയ ഒരു പൊതു സാഹചര്യം സ്വാഭാവികമായും അത് റിപ്പോർട്ട് ചെയ്തത് നൃപനാണ്. അതുകൊണ്ട് തന്നെ നൃപൻ അതേക്കുറിച്ച് അതിൻ്റെ ഇന്നത്തെ ഒരു പൊതുചിത്രം വളരെ ചുരുക്കത്തിൽ തരും. ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പ്രഭാത യോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട, നമ്മളിപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാടിൽ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായി തുടർച്ചയായി 3 തവണയുള്ളയാൾ MS അനിൽ, കോൺഗ്രസിൻ്റെ DCC അംഗമാണ്. അദ്ദേഹമാണ് പ്രഭാത യോഗത്തിൽ ആദ്യം എത്തിയത്. അദ്ദേഹം എത്തിയതിൽ പറഞ്ഞ രാഷ്ട്രീയം കൂടിയുണ്ട്. അത് UDF-നോടും പ്രതിപക്ഷത്തിനോടുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്. എന്തിന് പ്രഭാത യോഗം ഞങ്ങൾ ബഹിഷ്കരിക്കണം? ഇത് എൻ്റെ തദ്ദേശ സ്ഥാപനത്തിലെ ജനങ്ങളെ വിഷയം പറയാൻ കിട്ടുന്ന ഒരവസ്ഥയാണ്. ഇവിടെ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാത യോഗത്തിൽ എനിക്ക് പങ്കെടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്സാണ്. അത് പ്രതിപക്ഷത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന കൗൺസിൽ അംഗമായിട്ടുള്ള R നൌഷാദ് ഈ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ എൻ്റെ ജില്ലാ ലീഗൽ സെല്ലിൻ്റെ നേതാവ് ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തു. അതുകൊണ്ട് പരക്കെ ജനങ്ങൾ ഈ തലസ്ഥാന ജില്ലയിലേക്ക് ഈ നവകേരള സദസ്സ് പ്രവേശിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസമാണ് വർക്കലയിൽ പ്രവേശിച്ചത്, ഇന്ന് ആദ്യത്തെ പ്രഭാത യോഗം തലസ്ഥാന ജില്ലയിൽ നടക്കുമ്പോൾ വലിയ തരത്തിലുള്ള വരവേൽപ്പാണ് ലഭിച്ചത്. ഒപ്പം നമ്മൾ ഈ നെടുമങ്ങാട് നിൽക്കുമ്പോൾ പറയുമ്പോൾ വലിയ ഒഴുക്കായിരുന്നു. നെടുമങ്ങാട് ഈ പറഞ്ഞ അവസാനത്തെ സമാപനത്തിൻ്റെ ഇന്നത്തെ ദിവസം സമാപിച്ചതിൻ്റെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കൂടി എനിക്ക് കിട്ടി. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ മന്ത്രി GR N മണ്ഡലം കൂടിയാണ്. അഭൂതപൂർവമായ ഒഴുക്ക് ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജനസഞ്ചയത്തെയാണ് കണ്ടത്. അതുകൊണ്ട് ശരത്ത് ഇതിൻ്റെ കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ തന്നെ ഉള്ള ഒരാളാണ്. മനു ഒപ്പം ചേർന്നയാളാണ്. ഷീജ പത്തനംതിട്ട വെച്ച് ജോയിൻ ചെയ്ത ഒരാളാണ്. എനിക്ക് നേരിൽ കണ്ട അനുഭവം ഇന്നാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ഈ വാർത്തയിലൂടെ പറയുമ്പോൾ കിട്ടുന്ന ജനത്തിൻ്റെ ക്യാമറയിലൂടെ കാണുന്ന ജനങ്ങളെ ആയിരിക്കും കാണുക. അപ്പോൾ ഏതായാലും അതിനൊരു പ്രത്യേക അനുഭവം ഉണ്ടാവും. നെടുമങ്ങാട് കണ്ട നവകേരള സദസ്സ് 3-4 വാചകങ്ങളിൽ കുറച്ചുകൂടി ആവാം അല്ലേ? തീർച്ചയായും. അത് പറയാനുള്ള കാരണം നെടുമങ്ങാട് ഇതിൻ്റെ ഒരു ചരിത്രപരമായി ഉള്ള ഒരു പശ്ചാത്തലം ഉള്ള ഒരു സ്ഥലമാണ് നെടുമങ്ങാട്. ഈ നെടുമങ്ങാട് വന്ന ജനങ്ങളുടെ സഞ്ചയം ഒരു സാഗരമായി
മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തി. മുഖ്യമന്ത്രിക്ക് വലിയ തരത്തിലുള്ള വരവേൽപ്പാണ് അവിടെ ലഭിച്ചത്. മുഖ്യമന്ത്രി പൊതുരാഷ്ട്രീയമാണ് ഇന്നും ഇവിടെ പറഞ്ഞത്. ഒന്ന് നേരത്തെ ശരത് സൂചിപ്പിച്ചതുപോലെ കേന്ദ്രം സാമ്പത്തികമായി കേരളത്തെ വലയ്ക്കുമ്പോൾ എന്തുകൊണ്ട് അതിനൊപ്പം കേരളത്തിലെ കോൺഗ്രസ് UDF നിൽക്കുന്നു എന്ന ചോദ്യം, അത് പറയാനുള്ള യോഗത്തെ നവകേരള സദസ്സിനെ എന്തിനാണ് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത്? ഇനിയെങ്കിലും ബഹിഷ്കരണത്തിൻ്റെ കാരണം പറയണമെന്ന മുഖ്യമന്ത്രിയുടെ റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇന്നും ആവർത്തിച്ചു. മന്ത്രിമാർ, പ്രത്യേകിച്ച് കെ രാജനെ പോലെയുള്ള മന്ത്രിമാർ വലിയ തരത്തിലുള്ള രാഷ്ട്രീയമാണെന്ന് സമാപന സമ്മേളനത്തിൽ ഇന്നത്തെ നെടുമങ്ങാട് സംസാരിച്ചത് വലിയ തരത്തിൽ വരവേൽപ്പുണ്ടായി. സമസ്ത മേഖലയിലെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MS അനിൽ മുതൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ, സജീവമായ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാത്തവർ, മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും വലിയ സഞ്ചയമായി നെടുമങ്ങാട് മാറി. അതുകൊണ്ട് തലസ്ഥാന ജില്ലയിൽ പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞ മലബാർ മുതൽ മധ്യ കേരളം മുഴുവൻ കണ്ട ശരത്തിന് കൂടുതൽ ആൾക്കാരെ ആയിരിക്കും ഇനി ഓരോ ദിവസങ്ങളും കാണാൻ പോകുന്നത്. വലിയ തരത്തിൽ വരവേൽപ്പായിരിക്കും തലസ്ഥാന ജില്ലയിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. നിർമ്മൽ പറഞ്ഞതുപോലെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, അത് ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ 140 ആയിട്ടില്ല, 4 എറണാകുളം ജില്ലയിലെ 4 മണ്ഡലങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനുവരി 1-2 തീയതികളാണ്. ഏത് നിയോജക മണ്ഡലമാണ് ഏറ്റവും മുൻപിലെന്ന് പറയാനാവാത്ത വിധം, ജഡ്ജ് ചെയ്യാനാവാത്ത വിധം, പക്ഷേ ഇന്ന് ആദ്യമായി കാണുമ്പോൾ നൃപ്പന് തോന്നിയ ആ ഒരു കാഴ്ചയും ഫീലും വ്യക്തമായി മനസ്സിലാകുന്ന ഒരു അനുഭവമുണ്ട്. കാരണം അത്രമേൽ ഈ യാത്രയുടെ ഒരു സാധ്യത കണ്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് നെടുമങ്ങാട് വളരെ വലിയ തോതിലുള്ളൊരു സാന്നിധ്യം തന്നെയായിരുന്നു, മികച്ചത് തന്നെയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു മറ്റ് 3 മണ്ഡലങ്ങൾ കൂടി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ആറ്റിങ്ങിലാണല്ലേ ഷീജ രാവിലെ ആരംഭിച്ചത്. അതിനു മുമ്പ് വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്ത് ഷീജയാണ്. അതിനുശേഷം ആറ്റിങ്ങിലെ നവകേരള സദസ്സ് ഇന്നത്തെ കണ്ടിരുന്നു. അപ്പോൾ ഷീജ പറയട്ടെ ബാക്കി. തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാനിപ്പോൾ ഈ നവകേരള സദസ്സിനൊപ്പം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഫോർമാറ്റ് കൃത്യമായ രീതിയിൽ അറിയാം. രാവിലെ നിർബൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലത്തെ പ്രഭാതയോഗം, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, അതിൽ നമ്മൾ കണ്ടത് തന്നെയാണ് ഏത് രീതിയിലാണ് പ്രതിപക്ഷവും ഗവർണറും ഒരേ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. കാരണം കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കുക, ഇതാണ് ഇവർ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ, പ്രകോപനപരമായ നടപടികൾ ഗവർണർ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. പ്രതിപക്ഷ നേതാവാകട്ടെ കലാപത്തിന് ആഹ്വാനം നൽകുന്നു. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പ്രധാനമായും രാവിലെ വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ കാര്യം. അതിനുശേഷം രാവിലെ 11 മണിയോടുകൂടിയാണ് ആദ്യത്തെ മണ്ഡലത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ആദ്യ മണ്ഡലം ചിറയൻകീഴ് മണ്ഡലമായിരുന്നു. ചിറയൻകീഴ് ഈ പറയുന്നത് പോലെ തന്നെ അവസാന ഘട്ടത്തിൽ സ്ഥലമൊക്കെ മാറ്റേണ്ടി വന്നിരുന്നു. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധി, ജനങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ പ്രശ്നമാകുമോ എന്ന് കരുതി. പക്ഷേ അതിനെല്ലാം അതിജീവിച്ച് ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം ആറ്റിങ്ങൽ മണ്ഡലം, തുടർന്ന് വാമനപുരം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നെടുമങ്ങാട്. ഇവിടെ ഒരിടത്തും ഒരു തരത്തിൽ നമുക്ക് അടുക്കാൻ കഴിയാത്ത തരത്തിൽ അത്രത്തോളം തിരക്കായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം നേരത്തെ നിർഭ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തിനാണ് പ്രതിപക്ഷം ഇത് ബഹിഷ്കരിക്കുന്നത്, അതിൽ വ്യക്തമായൊരു കാരണം പറയാൻ അവർക്ക് കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ യാത്ര പ്രവേശിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തലസ്ഥാനത്തെ അക്രമമയമാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് എല്ലാവരും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എല്ലാവരും എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ഷീജ സൂചിപ്പിച്ചതുപോലെ, എന്നാൽ ഇപ്പോൾ തലസ്ഥാന നഗരം കേന്ദ്രീകരിച്ച ഇന്നലെ യൂത്ത് കോൺഗ്രസ്, ഇന്ന് KSU ഒക്കെ നടത്തിയിട്ടുള്ള ഈ സമരം അത് അക്രമാസക്തമായി മാറിയ സാഹചര്യമൊക്കെയുണ്ട്. പക്ഷേ അതൊന്നും ഈ നിയോജക മണ്ഡലങ്ങളിലെ നവകേരള സദസ്സിനെ ഒരു ഇഞ്ചും ബാധിച്ചിട്ടില്ല. ജനങ്ങൾ ഇതൊന്നും അറിഞ്ഞതോ ബാധിച്ചതോ ആയ ചിന്ത പോലും ഇല്ലാത്ത വിധം ഇതിലേക്ക് വരികയാണ്. ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെയും കണ്ടത് മണിക്കൂറുകൾ ഈ സദസ്സിൻ്റെ ഭാഗമാകാൻ വേണ്ടി വന്നിരിക്കുന്ന മനുഷ്യരെയാണ് ഇവിടെയും കണ്ടത്. അപ്പോൾ ആ നിലയിൽ മുഖ്യമന്ത്രി മഞ്ചേശ്വരത്ത് നിന്ന് പറഞ്ഞു തുടങ്ങിയ ആ കാര്യങ്ങൾ അണുവിടവിടാതെ അത് തന്നെ വളരെ ശക്തമായി ഓരോ മണ്ഡലത്തിലും അദ്ദേഹം സർക്കാരിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സർക്കാരിൻ്റെ നേട്ടത്തെക്കുറിച്ച്, സർക്കാരിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച്, ഇനി ചെയ്യാനുള്ളതിനെക്കുറിച്ച്, അതിനകത്ത് പൊതുരാഷ്ട്രീയവും കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങളും ചേർത്ത് മന്ത്രിമാർ അവരുടേതായ ശൈലികൾ കൂടി ചേർത്ത് ഇവരെ മുഖ്യമന്ത്രി എത്തും വരെ അവരുമായി സംസാരിച്ച് പോകുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ മനു ഇന്നിപ്പോൾ ആറ്റിങ്ങലും അതുപോലെ വാമനപുരം നിയോജക മണ്ഡലവും ഒക്കെ നേരിട്ട് കണ്ടതാണ്. അവിടുത്തെ ജനപങ്കാളിത്തം എത്രമാത്രം ഉണ്ട് എന്ന് കണ്ടയാളാണ്. ആ കുരുക്കിൽ കുടുങ്ങിപ്പോയ ആൾ കൂടിയാണ്. അതുകൊണ്ട് മനുവിൻ്റെ ഒരു അനുഭവം കൂടി. അല്ല, എനിക്ക് അതിനു മുമ്പ് പറയാനുള്ള വേറെ ഒരു രസകരമായ അനുഭവമുണ്ട്. നമ്മളിവിടെ നെടുമങ്ങാട് വന്നപ്പോൾ നാളെ അരുവിക്കരയിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവിടെ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പുള്ളി തിരുവനന്തപുരംകാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഭാഷ, ഇവിടെയുള്ള മനുഷ്യരോടൊന്ന് പറയണേ, നാളെയാണ് നവകേരള സദസ്സ്. ഇന്നേ ആളുകൾ ഈ വേദി കാണാനും അവിടെ ഈ ഒരുക്കങ്ങളൊക്കെ കാണാനുമായി ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ വലിയ തോതിൽ എല്ലായിടത്തും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അത് നമ്മൾ അങ്ങ് വടക്ക് മുതൽ ഇപ്പോൾ ഇതാ തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോൾ മുതൽ അതിലൊരു മാറ്റവും ഉണ്ടാകുന്നില്ലതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ രാവിലെ ഈ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇന്ന് ഈ നവകേരള സദസ്സിൽ ഭാഗമായ വ്യക്തി, ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണെന്നാണ് ഇവിടെയുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും മുൻപിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം
ആദ്യം ഈ സ്വന്തം നേതാക്കളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമല്ലോ എന്തിനിത് ബഹിഷ്കരിച്ചു എന്ന്. അതിനുശേഷമുള്ള അവർക്ക് അണികളെ ബോധ്യപ്പെടുത്താൻ കഴിയും. അപ്പോൾ അതെങ്ങനെ പൊതുസമൂഹത്തിൽ പറയും, എങ്ങനെ ആളുകളോട് വിശദീകരിക്കും എന്നൊരു വലിയ പ്രതിസന്ധി ഈ വരും ദിവസങ്ങളിലും അവരുടെ മുൻപിലുണ്ട്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ ഇവിടെ വരുമ്പോഴത്തേക്കും 200 പേജിൻ്റെ ബുക്ക് തീർന്നിട്ടുണ്ടാവും. ഈ പേര് എഴുതി വെച്ചിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും അതിന് മാറ്റം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. അതിൽ ഒരു ജില്ലയിൽ, അത് ആലപ്പുഴ ജില്ലയിലാണ്, ബാക്കി ഞാൻ അത് എവിടെയാണെന്ന് പറയുന്നില്ല, ഇങ്ങനൊരു UDF ഗ്രാമപഞ്ചായത്ത് അംഗം പങ്കെടുക്കുന്നുണ്ട്. അവർ മുമ്പ് പഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിരുന്നു. ഭാരവാഹി എന്ന് പറയുന്നത് അത് പറയാതിരിക്കാനാണ് ഞാൻ. അപ്പോൾ നമ്മൾ വാർത്ത കൊടുത്തപ്പോൾ അപ്പോഴേ അവർ ചോദിച്ചു, നിങ്ങൾ എന്നെ പുറത്താക്കിക്കുമല്ലേ? കാരണം പുറത്താക്കുന്നെങ്കിൽ പുറത്താക്കട്ടെ എന്ന് തികഞ്ഞ ബോധ്യത്തോടെ, അബദ്ധം പിണഞ്ഞൊന്നുമല്ല ഒരാളും വരുന്നത്. വളരെ കൃത്യം. ഇപ്പോൾ കാസർഗോഡ് തുടങ്ങിയാൽ കാസർഗോഡ് ലീഗിൻ്റെ സംസ്ഥാന നേതൃനിരയിലും കൗൺസിലും ഒക്കെ പങ്കെടുക്കുന്ന ആളുകൾ മുഖ്യമന്ത്രിക്കൊപ്പം പങ്കെടുത്തുകൊണ്ട് ഇത് മികച്ചതാണ്, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ് മലപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ പാണക്കാട് കുടുംബത്തെ ഒരാൾ പങ്കെടുത്തു. ഈ ജില്ലകളിലൊക്കെ കോൺഗ്രസിൻ്റെ ജില്ലാ തലങ്ങളിലുള്ള ആളുകളൊക്കെ പങ്കെടുത്തു. അത് കഴിഞ്ഞ് പാലക്കാടേക്ക് ചെല്ലുമ്പോൾ മുൻ ഡി സി സി പ്രസിഡന്റ് A.V. ഗോപിനാഥ് പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അതെ, അപ്പോൾ അത് ഓരോ ജില്ലയിലും അങ്ങനെ കണ്ട് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ മുൻ DCC പ്രസിഡന്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതിലെ ഏറ്റവും ടോപ്പ് ഓർഡർ മാത്രമാണ് പറഞ്ഞത്. താഴേക്കൊക്കെ പലതരത്തിലും മണ്ഡലം പ്രസിഡന്റുമാരെ നമ്മൾ കണ്ടു. മണ്ഡലം പ്രസിഡന്റായി ഇരിക്കുന്ന ആളുകൾ വന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് മറ്റു പല ഭാരവാഹികളും തദ്ദേശ പ്രതിനിധികൾ വലിയ തോതിൽ പലയിടങ്ങളിലും വന്നു. അങ്ങനെ ബഹിഷ്കരണ ആഹ്വാനത്തെ സ്വന്തം ക്യാമ്പിൽ നിന്ന് തന്നെ നിരാകരിച്ചു കൊണ്ടുവന്ന ജനപ്രതിനിധികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ കാഴ്ച ഏറ്റവും ഒടുവിൽ നെടുമങ്ങാട് നമ്മളിപ്പോൾ അത്തരത്തിൽ കണ്ടു, മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ എന്താണോ ഈ യാത്രയിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത് അത് ജനങ്ങളോട് പൂർണ്ണമായും വിശദീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഹർജി നൽകി സംസ്ഥാനം വളരെ ശക്തമായ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു. അതുപോലെ ഗവർണറുടെ, ചാൻസലറായിട്ടുള്ള ഗവർണറുടെ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ തന്നെ നിയമപരമായി ചെയ്യേണ്ടത് ഭരണപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കുന്നു, മറുഭാഗത്ത് ജനങ്ങളോട് വിശദീകരിക്കുന്നു, സുപ്രീം കോടതിയിൽ പോകുന്നു. ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷം ഇങ്ങനെ ഒരു നിലപാട് രൂപപ്പെടുത്താനാവാതെ ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന, ഉഴലുന്ന ഒരവസ്ഥ. അത് അക്രമ പ്രകോപന സമരങ്ങളിലൂടെ മറുപടി തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നിലയിൽ വലിയ അന്തരം ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്നു, രാഷ്ട്രീയമായി സാമൂഹ്യമായി വിലയിരുത്തിയാൽ എന്നുള്ളതാണ് നെടുമങ്ങാടിൻ്റെ മണ്ണിൽ നിന്നും ഈ സദസ്സുമായി ബന്ധപ്പെട്ട് പൊതുവെ ഞങ്ങൾക്ക് പറയാനുള്ളത്, അല്ലേ?